ബോണസിന്റെ കാര്യമൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും ഇത്തവണ എൻ്റെ വക ഒരു ഓണം ഗിഫ്റ്റ് ഉണ്ട്. അത് ശരിയാ ജോർജേ. ഓണസമ്മാനമായിട്ട് നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും ഓരോ ജോഡി ഡ്രസ്സ്. അത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ? പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ശരി, ഓക്കെ. അതെ, ഓണം എത്താറയല്ലേ? പിന്നെ ഇപ്പോഴേ ആലോചിച്ചാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കൂ. ഈ ഓണം എനിക്ക് ഒരുപാട് വിശേഷപ്പെട്ടതാ. അതുകൊണ്ട് എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ വകയായിട്ട് ഓരോ ജോഡി ഡ്രസ്സ് ഓണസമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. സ്റ്റാഫുകൾക്കൊക്കെ ഓണസമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ പ്രണവ് എനിക്കെന്ത് സമ്മാനം തരുന്നേ? എന്റെ 2 പിള്ളേരെ വയറ്റ് ചുമക്കുന്ന പെണ്ണാ നീ. നീ എന്തു ചോദിച്ചാലും അതിപ്പോ എന്റെ പ്രാണനാണെങ്കിൽ കൂടി നിന്റെ മുന്നിൽ ഞാൻ എടുത്തു വെച്ച് തരും. എന്തിനാ പ്രണവ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പ്രണവിന്റെ പ്രാണം ചോദിക്കുന്നൊക്കെ പറയുമ്പോ അതെനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന അറിയോ? എന്റെ പൊന്നോ, ഞാനൊരു ഓളത്തില് പറഞ്ഞതല്ലേ. ചോദിക്ക, നിനക്ക് എന്താ ഞാൻ തരണ്ടേ? എന്ത് വേണമെന്ന് ഞാൻ ചോദിക്കില്ല, ഞാൻ പറയത്തുമില്ല. പക്ഷെ തിരുവോണത്തിന്റെ അന്ന് രാവിലെ കുളിച്ചൊരുങ്ങി മുല്ലപ്പൂഞ്ചൂടി വരുന്ന എനിക്ക് പ്രണവ് ഒരു സമ്മാനം തരണം. ചെലവില്ലാത്തൊരു സമ്മാനം.